ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിക്കണേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഏറെ സന്തോഷകരമായ രണ്ട് കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു സന്ദർഭത്തിലും മുഹൂർത്തത്തിലുമാണ് നമ്മളുള്ളത്. കാഞ്ഞിരോട് സ്വദേശി അബ്ബാസ് പി സാഹിബിൻ്റെ മകൾ നഈമയും അതേപോലെ കാഞ്ഞിരോട് സ്വദേശിയായ മൂസ സാഹിബിൻ്റെ മകൻ ഫറാസ് സിയും തമ്മിലുള്ള വൈവാഹിക കർമ്മത്തിന്, നിക്കാഹ് കർമ്മത്തിന് സാക്ഷികളാകാനും അവർക്കു വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാനുമാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ ഒരു സ്വർണ്ണാഭരണമാണ് ഇവിടെ മഹറായി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഒരു ഉപദേശത്തിൻ്റെ, ദീർഘമായ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ആ സാന്ദർഭികമായ വിഷയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരങ്ങൾ പ്രവാചകൻ നിർവഹിച്ചിട്ടുണ്ട്. ഒരു ജനാസയുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറടക്കാൻ വേണ്ടി പോയപ്പോൾ ഖബർ തയ്യാറായില്ല. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്കു നൽകിയ ഉപദേശം മരണവുമായും ഖബറുമായും ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ മുമ്പിൽ വെച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ഇവിടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഈ സന്ദർഭത്തോട് യോജിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബികളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ആ സന്ദർഭം മദീനയിലെ ഒരങ്ങാടിയാണ്, മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ ആ വഴിയുടെ രണ്ടു വശങ്ങളിലായിട്ട് സഹാബികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ അവരിലേക്ക് ചെല്ലുന്നത് ഒരാടിൻ്റെ ചെവി പിടിച്ച്, ചത്ത ആടിൻ്റെ ചെവി പിടിച്ച് അതിങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് സഹാബികളുടെ അടുത്ത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ആർക്കാണ് ഈ ആടിനെ 1 ദിർഹമിന് വേണ്ടത്? ആർക്കാണ് 1 ദിർഹമിന് ഈ ആടിന് ആവശ്യമുള്ളത്? അപ്പോൾ സ്വാഭാവികമായും നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക? അതേപോലെ സഹാബികൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ ആടിന് ആരെങ്കിലും വില കൊടുത്തു വാങ്ങുമോ? കാരണം ഇത് ചത്തതാണ്. മാത്രമല്ല ഇത് ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ ന്യൂനതകൾ പറയപ്പെട്ട ആടാണ്. പ്രവാചകന് വീണ്ടും അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കാർക്കും ഈ ആടിന് ആവശ്യമില്ലേ? അപ്പോൾ സഹാബികൾ വീണ്ടും പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇത് 1 ദിർഹമിനെന്നല്ല, ഇത് ഫ്രീ ആയി നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞാലും ആരെങ്കിലും വാങ്ങുമോ പ്രവാചകരെ? കാരണം ഇത് ചത്തതല്ലേ, ചത്തതിന് ആരെങ്കിലും വാങ്ങുമോ? വെറുതെ തന്നാൽ തന്നെ വാങ്ങുമോ? യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാടിനെ കച്ചവടം നടത്താൻ വേണ്ടി ചോദിച്ചതായിരുന്നില്ല, മറിച്ചൊരു വലിയ യാഥാർത്ഥ്യത്തെ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എന്തായിരുന്നു ആ യാഥാർത്ഥ്യം? പ്രവാചകൻ സഹാബികളോട് പറയാണ്, ഈ ചത്ത ആടിനെ എത്ര നിസ്സാരമായാണ്, എത്ര വില കുറഞ്ഞതായാണ് നിങ്ങൾ കണ്ടത്. ഇതിനേക്കാളും നിസ്സാരമാണ് നിങ്ങളെല്ലാം മറന്നോടുന്ന ഈ ദുനിയാവിൻ്റെ വില. നിങ്ങൾ മത്സരിക്കുന്ന, നിങ്ങൾ പരസ്പരം മത്സരിച്ചോടുന്ന ഈ ഇഹലോകത്തിൻ്റെ വില അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ മരണത്തോടെ അവസാനിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു ജീവിതം മരണാനന്തരം ആരംഭിക്കുകയാണ്. നമ്മൾ എത്രയെത്ര മരണവാർത്തകൾ നമ്മൾ കേട്ടു. ഇന്നലെ ഒരു സഹോദരൻ, 27 വയസ്സുള്ളൊരു സഹോദരൻ, രാത്രി ഉറങ്ങാൻ കിടന്നതാണ്. രാവിലെ വിളിച്ചുണർത്തുമ്പോൾ അയാൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാവിലെയുള്ള എൻ്റെ നാട്ടിൽ നടന്നൊരു മരണവാർത്തയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ മോഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും എല്ലാം ബാക്കിയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ച ആ വിധി, നമ്മുടെ ആയുസ് എപ്പോഴാണോ ആ നിശ്ചയിക്കപ്പെട്ടത്, ആ സമയത്ത് ഒരു സെക്കൻഡ് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, കൃത്യമായി മലക്കുൽ മൗത്ത് വന്ന് നമ്മുടെ ആത്മാവുകളെ പിടിച്ചു കൊണ്ടുപോകും.
ഇവിടെ ഈ നൈമിഷികമായ ജീവിതം എങ്ങനെയായിരിക്കണം, ആ മരണാനന്തര ജീവിതത്തിന്, അതിന് വിജയത്തിനാവശ്യമായ എല്ലാ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മുസ്ലിം, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ ഇഹലോക ജീവിതത്തിൽ അവൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം, അതിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇവിടെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് വിവാഹ ജീവിതം എന്നുള്ളത്. ഒരു മനുഷ്യൻ അവൻ പ്രത്യേക പ്രായവും സമയവും എത്തുമ്പോൾ എതിർലിംഗത്തോട് തോന്നുന്ന ഈ ഇഷ്ടവും ഈ സ്നേഹവും, അവിടെ ലോകത്ത് മനുഷ്യർ 3 രൂപത്തിലാണ് അതിനെ കൈകാര്യം ചെയ്തത്. ഒരു പ്രത്യേക പ്രായം, ഒരു ഘട്ടം എത്തുമ്പോൾ ആണിന് പെണ്ണിനോട്, പെണ്ണിന് ആണിനോട് തോന്നുന്ന ഈ വൈകാരികതയെ മനുഷ്യൻ്റെ ജന്മപ്രകൃതിയിൽ അല്ലാഹു നിശ്ചയിച്ചു വെച്ചതാണ്. സൂര്യൻ ഉദിക്കുന്നത് പോലെ, കടലിലെ തിരമാലകൾ അലതല്ലും പോലെ മനുഷ്യൻ്റെ ജന്മപ്രകൃതിയിൽ അല്ലാഹു നിശ്ചയിച്ച ഈ വൈകാരികതയെ ലോകം 3 രൂപത്തിലാണ് സമീപിച്ചത്. ഒന്ന്, എൻ്റെ ആത്മീയ ജീവിതത്തിന് തടസ്സമാണെന്ന് പറഞ്ഞ് ബ്രഹ്മചര്യത്തെ സ്വീകരിച്ച ആളുകൾ. പ്രവാചകൻ ശക്തമായി എതിർത്തു. അങ്ങനെ വന്ന ഒരു സഹാബിയെ പ്രവാചകൻ എതിർത്തു. ഞാനതിന് വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ വ്യക്തിയോട് പ്രവാചകൻ പറഞ്ഞ എന്താണ്? ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് മക്കളുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്തിനെ അവഗണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. അപ്പോൾ ആത്മീയതക്ക് തടസ്സമാണെന്ന് പറഞ്ഞ് വിവാഹത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല ഇസ്ലാം പഠിപ്പിച്ചത്. വിവാഹത്തിലൂടെ ആത്മീയതയെ കൈവരിക്കാൻ, ദീനീ ജീവിതത്തെ കൈവരിക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ വിവാഹം എന്ന് പറയുന്നത്, ഇവിടെ 3 രൂപം നമ്മൾ പറഞ്ഞു. ഒന്നിതാണ്. രണ്ടാമത്തത്, വിവാഹവും അത്തരം അതിർവരമ്പുകളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. പാറി നടക്കും പറവകളൊന്നും വേളി കഴിച്ചിട്ടില്ല എന്ന് പാടിയ പാശ്ചാത്യൻ സമൂഹത്തെ അതിനെ അതേപോലെ പകർത്തി ജീവിച്ചവർ. അവർക്ക് മൃഗങ്ങളിൽ കാണാത്ത എയ്ഡ്സ് പോലെയുള്ള മാരകമായ അസുഖങ്ങളാണ് അവരെ പിടിപെട്ടത്. എന്നാൽ ഇസ്ലാം കൃത്യമായി വിവാഹത്തിലൂടെയാണ് ഇത്തരം കാര്യങ്ങളുടെ പൂർത്തീകരണം നടക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണ് ഇവിടെ ഫറാസിനെ സംബന്ധിച്ചിടത്തോളം, നഈമയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ടേണിംഗ് പോയിന്റ് ആണ് വിവാഹം എന്നത്. ഇന്നത്തെ ഈ നിമിഷം എന്നുള്ളത്, ഈ സന്ദർഭം എന്നത് നമുക്കറിയാം. വിവാഹം ഒരു കളി തമാശയല്ല. പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരികൾ വിവാഹത്തിന് താല്പര്യമില്ല, അവർക്ക് പ്രസവിക്കാൻ താല്പര്യമില്ല, അതെൻ്റെ സ്വതന്ത്ര ജീവിതത്തിന് തടസ്സമാണ് എന്നാണ് പുതിയ ജനറേഷനിലെ പെൺകുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ വിവാഹത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. എന്നാൽ വിവാഹം എന്ന് പറഞ്ഞാൽ അത് കളിതമാശയല്ല, അത് മീസാഖൻ ഖലീല. ഇവിടെ ഈ പിന്നെ നമ്മുടെ വധുവിൻ്റെ വാപ്പ അബ്ബാസ് സാഹിബ് ഫറാസിന് കൈമാറുന്ന ഈ കൈമാറ്റ പ്രക്രിയയെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പദം നമ്മൾ നോക്കിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, മീസാഖൻ ഖലീല എന്നാണ്. സുദൃഢമായ ഒരു കരാറാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, 18 വർഷം 20 വർഷം ഒരു പെൺകുട്ടി തൻ്റെ വാപ്പയോട് ഉമ്മയോട് പങ്കുവെച്ച കാര്യങ്ങൾ ഇനി മുതൽ തൻ്റെ ഭർത്താവിനോട് പങ്കുവെക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, തൻ്റെ ഭർത്താവിനോട് പങ്കുവെക്കുകയാണ്. 2 കുടുംബങ്ങളിൽ ജീവിച്ചവർ ഒരു കരാറോടെ ഒന്നാകുന്ന ഈ അത്ഭുതകരമായ പ്രതിഭാസം, 2 ഈ ഇരുമ്പു കഷ്ണങ്ങൾ ചൂടാക്കി അത് ചേർത്ത് വെച്ചാൽ എത്രമേൽ സുദൃഢമാണ്, അതുപോലെ സുദൃഢമാകേണ്ട ബന്ധമാണ് ഈ വൈവാഹിക ബന്ധമെന്നാണ്. ഇവിടെ വൈവാഹിക ബന്ധത്തെ പരിശുദ്ധ ഇസ്ലാം ലോകത്തു മനുഷ്യരുടെ മുമ്പിൽ വെക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സംവിധാനിച്ച അത്ഭുതകരമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ കൂടെയാണ് ഇസ്ലാം വിവാഹത്തെ എണ്ണിയത്. നിങ്ങൾക്കറിയില്ലേ, സുപരിചിതമായ ഒരു സൂറത്താണ് വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് തുടങ്ങുന്നത് സൂറത്തുൻ നബയിൽ നിന്നാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവർക്കറിയാം, സൂറത്തുൻ നബയിലെ ആ ആദ്യ വിഷയങ്ങൾ എന്താണ്? മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുകയും അങ്ങനെ ഒരു ജീവിതമില്ലെന്നും ഈ ലോകത്തിനൊരു പടച്ചവനില്ലെന്നും പറഞ്ഞ ആളുകൾക്ക് മുമ്പിൽ വിശുദ്ധ ഖുർആൻ 10 അത്ഭുതങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അലം നജ്അലിൽ അർദ മിഹാദ, നിങ്ങൾക്ക് ഭൂമിയെ വാസയോഗ്യമായ നിലയിൽ, നിങ്ങൾക്ക് ജീവിക്കാൻ വാസയോഗ്യമായ നിലയിൽ തൊട്ടിലാക്കി തന്നത് നാമല്ലയോ? വൽ ജിബാല ഔതാദ, പർവ്വതങ്ങൾ ആണികളാക്കി തന്നത് നാമല്ലയോ?
വഖലഖ്നാകും അസ്വാജ. അള്ളാഹു എണ്ണിയ ഒരു പ്രതിഭാസമാണ്. ഏതിൻ്റെ കൂട്ടത്തിലാണ് എണ്ണിയത്? ആകാശവും ഭൂമിയും എണ്ണിയെടുത്ത്, അതേപോലെ തന്നെ കാറ്റും മഴയും പർവ്വതങ്ങളും എണ്ണിയെടുത്ത്, രാവും പകലും എണ്ണിയെടുത്ത് വിശുദ്ധ ഖുർആൻ എണ്ണിയതാണ് വഖലഖ്നാകും അസ്വാജ. നിങ്ങളിൽ നിന്നു പരസ്പരം ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നത് നാം ആകുന്നു. വൽ ജിബാല ഔത്താദ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ ആണികളാക്കി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പരിശോധിച്ചോ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. പർവ്വതവുമായി ബന്ധപ്പെട്ട ആധുനിക പഠനങ്ങൾ വിശുദ്ധ ഖുർആൻ നടത്തിയത് ഔത്താദ് എന്ന പ്രയോഗമാണ്. ആണികളാക്കിയില്ലേ എന്നാണ്. എങ്ങനെയാണ് ആണികളാക്കിയത്? പർവ്വതങ്ങൾ, നമ്മൾ ഈ കാണുന്ന ഉയരവും വ്യാപ്തിയും, ഇതിനേക്കാൾ ഉയരവും വ്യാപ്തിയും ഭൂപ്രതലത്തിൽ നിന്ന് അടിയിലേക്കുണ്ട് എന്നാണ്. ഭൂമി ഇളകാതിരിക്കാൻ ആണിയായി പർവ്വതങ്ങൾ വർക്ക് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. ഈ പർവ്വതം മഹാ അത്ഭുതമായതുപോലെ അതിനെ തുടർന്നാണ് ഖുർആൻ പറഞ്ഞത് വഖലഖ്നാകും അസ്വാജ വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ. നിങ്ങൾക്ക് കാർമേഘങ്ങളിൽ നിന്ന് കോരിച്ചൊരിയുന്ന മഴ ഇറക്കി തന്നവൻ ആ പടച്ചവന്റെ അത്ഭുതകരമായ പ്രതിഭാസങ്ങളിൽ എണ്ണിയതാണ് വിവാഹം എന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽപ്പെട്ടതാണ് എന്നാണ്. അപ്പോൾ രണ്ടു കാര്യം, വിവാഹം എന്നത് രണ്ടു കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഒന്ന്, ഈ ലോകത്തിനൊരു പടച്ചവനുണ്ടെന്ന യാഥാർത്ഥ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം വിവാഹമെന്ന ഈ കാര്യം സഹോദരങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ സംസാരം അധികരിപ്പിക്കുന്നില്ല. ഇവിടെ നമുക്കറിയാം, വിവാഹത്തിലൂടെ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് നല്ല മക്കൾ എന്നുള്ളതാണ്. നല്ല മക്കൾ, സന്താനങ്ങൾ, ഒരു പുതിയ സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പാണ് സന്താനങ്ങൾ എന്നുള്ളത്. സ്വാലിഹീങ്ങളായ മക്കൾ രൂപപ്പെടുക എന്നത് വിവാഹത്തിലൂടെ വലിയ ലക്ഷ്യമാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ മരണപ്പെട്ട് നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് എടുത്തു വെച്ചാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണോ? നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കുക. നമ്മുടെ ഖബറിൻ്റെ അടുത്തുകൂടെ മക്കൾ പലപ്പോഴും, പുതിയ കാലഘട്ടത്തിലെ മക്കൾ ബൈക്കിൽ ചീറിപ്പാഞ്ഞവരിങ്ങനെ പോവുകയാണ്. ആ സമയത്ത് ബൈക്കൊന്ന് സൈഡിൽ സ്റ്റാൻഡ് തട്ടി സൈഡിൽ നിർത്തിയിട്ട് വാപ്പയുടെ ഖബറിൻ്റെ അടുത്ത് വന്ന്, ഉമ്മയുടെ ഖബറിൻ്റെ അടുത്ത് വന്ന്, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന, ഖബർ വിശാലമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ നമുക്കുണ്ടാകുമോ? അവിടെയാണ് പ്രവാചകൻ ചില മാനദണ്ഡങ്ങൾ പഠിപ്പിച്ചത്. ഫദ്ഫർ ബിദാത്തിദ്ദീൻ, സൗന്ദര്യത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, തറവാടിത്തത്തിൻ്റെ പേരിൽ, അതേപോലെ തന്നെ മതത്തിൻ്റെ പേരൊക്കെ, ദീനിൻ്റെ പേരൊക്കെ വിവാഹബന്ധങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനിന് മുൻഗണന കൊടുക്കണമെന്നാണ്. നമ്മുടെ നല്ല ഒരു ഉമ്മ, നമ്മുടെ മക്കളുടെ ഉമ്മയെ, നമ്മുടെ മക്കൾ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറയുന്നത് ഒരു നല്ല ഇണയെ തിരഞ്ഞെടുക്കാനാണ്. കുട്ടികൾ ഉണ്ടായതിനു ശേഷമല്ല കുട്ടികളുടെ നന്മയെ ഇസ്ലാം പഠിപ്പിക്കുന്നത്, മറിച്ച് നല്ല കുട്ടികളാകാൻ നല്ല വാപ്പയെ തിരഞ്ഞെടുക്കണം, നല്ല ഉമ്മയെ തിരഞ്ഞെടുക്കണം. അതെപ്പോഴാണ്? അത് വിവാഹാന്വേഷണ സമയത്ത് ധർമ്മനിഷ്ഠയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ എന്ന് പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ ഏൽപ്പിക്കുന്ന കൈകളുടെ പരിശുദ്ധതയാണ് പ്രവാചകൻ പരിഗണിച്ചത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബിന്റെ കൂലിപ്പണിക്കാരനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലേക്കാണ് റസൂലുള്ളാഹ് തൻ്റെ മകളെ ഏൽപ്പിക്കുന്നത്. കാരണം സമ്പത്തല്ല നോക്കിയത് പ്രവാചകൻ, ആ കൈകളുടെ വിശുദ്ധിയാണ് പ്രവാചകൻ പരിഗണിച്ചത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഇവിടെ എല്ലാവരും കുടുംബജീവിതം നയിക്കുന്നവരാണ്. ആ കുടുംബജീവിതത്തിൽ നമുക്ക് ആരാണ് മാതൃക, റോൾ മോഡൽ ആരാണ്? നമുക്ക് ആരാണ് ഏറ്റവും നല്ല ഭർത്താവ് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് എങ്ങനെയായിരുന്നു? പ്രവാചകൻ വീട്ടിൽ ചെന്നാൽ ഭാര്യമാരുടെ കാര്യങ്ങളിൽ, ആ വീട്ടുജോലികളിൽ മുഴുകുമായിരുന്നു എന്നാണ്. മാവ് കുഴക്കാൻ സഹായിച്ചിരുന്നു എന്നാണ് നമ്മൾ ഹദീസുകളിൽ വായിക്കുകയാണ്. മഹാനായ പ്രവാചകന്റെ ജീവിതം നമ്മൾ നോക്കിയേ. റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ നല്ല മനുഷ്യനാണെന്നതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തത് എങ്ങനെയാണ്? അവൻ നാട്ടിലെങ്ങനെ എന്നതല്ല, പള്ളിയിലെങ്ങനെ എന്നതല്ല, അവൻ ഖൈറുക്കും ലിഅഹ്ലിഹി, അവൻ വീട്ടുകാരോട്, കുടുംബക്കാരോട് അവൻ്റെ സ്വഭാവം എങ്ങനെ, അതാണ് പരിഗണിക്കേണ്ടത്. നാട്ടിൽ മാന്യനാകും, പക്ഷെ വീട്ടിൽ പോയി ചോദിച്ചാൽ ആള് വീട്ടിൽ വലിയ പ്രശ്നക്കാരനാണ്. എന്നാൽ റസൂലുള്ളാഹി വീട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്? അവനാണ് നല്ല വ്യക്തി. ഭാര്യയോടുള്ള പെരുമാറ്റം, മാതാപിതാക്കളോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് കുടുംബ ജീവിതത്തിൽ മാതൃക മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകന്റെ മാതൃകയാണ്
നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടത്. ഞാൻ അധികരിപ്പിക്കുന്നില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട് കടമകളുണ്ട്. അവിടെ ഭാര്യയുടെ കടമകൾ പറയുന്നിടത്താണ് പ്രവാചകൻ പറഞ്ഞത്, ആർക്കെങ്കിലും മുന്നിൽ, ലോകത്ത് ആർക്കെങ്കിലും മുന്നിൽ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. കൽപ്പിച്ചിട്ടില്ല. കാരണം ലോകത്ത് സുജൂദാകുന്ന ഇബാദത്ത് ഒരാൾക്ക് മുമ്പിലുമില്ല. അതാണ് നമ്മൾ ഒരു ഇബാദത്തും ഒരു സൃഷ്ടിക്ക് മുമ്പിലുമില്ല. അതാണ് നമ്മൾ ഫാത്തിഹ സൂറത്തിലൂടെ പറയുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അപ്പോൾ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ആഗ്രഹ സഫലീകരണങ്ങൾക്ക് ഏകനായ റബ്ബിനോട് മാത്രമാണ് എല്ലാം സമർപ്പിക്കേണ്ടത് എന്നതാണ് ഇസ്ലാം നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ഇവിടെ നിർവഹിക്കാനുള്ളത് എന്താണ്? നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ ഈ വിവാഹത്തിന് സാക്ഷികളാകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നിർവഹിക്കാനുള്ളത്, ഇവരുടെ ഭാവി ജീവിതം എങ്ങനെയെന്ന് നമുക്കൊരാൾക്കും അറിയില്ല. ഫറാസിൻ്റെ നഈമയുടെ വിവാഹം ഇവിടെ നടക്കുന്നു. എന്നാൽ ഇനി ഭാവി ജീവിതം അവരെ വിജയകരമായി മുന്നോട്ട് പോകണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. ഒരാൾക്ക് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാം, ഒരാൾക്കൊരു കട തുടങ്ങാം, ഒരാൾക്കൊരു വാഹനം റോട്ടിലിറക്കാം. പക്ഷെ അത് വിജയിപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. ആ തൗഫീഖിന് വേണ്ടി നമ്മളെല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയത്. ഇവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നിങ്ങൾ നടത്തുന്ന ദുആയാണ്. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. നമ്മൾ ഇത് എവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്? ഇന്ന് സുബഹിക്ക് നമ്മൾ നടത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവരാണ് നമ്മൾ. ഇബ്രാഹിമി സ്വലാത്തിൽ നമ്മൾ ചൊല്ലുന്നത് എന്താ? അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് ബറക്കത്ത് ചൊരിയണമേ. വ അലാ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് ബറക്കത്ത് ചൊരിയണേ. അതേ ബറക്കത്ത് എന്ന പദമാണ് ഈ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നത്. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. എല്ലാ നന്മകളിലും നിങ്ങൾ ഇരുവരെയും അള്ളാഹു ഇണക്കി ചേർക്കട്ടെ എന്ന വളരെ ആശയം നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹം എന്നത് ലളിതമാണ്. ഇസ്ലാമിലെ വിവാഹത്തിന് എന്തേ ആവശ്യമുള്ളൂ? മഹറും അതേപോലെ വലിയും വരനും അതേപോലെ രണ്ടു സാക്ഷികളുടെ സാന്നിധ്യത്തിൽ കൈമാറുന്ന കൈമാറ്റ പ്രക്രിയ, ഇത് ഉണ്ടായാൽ തന്നെ ഇസ്ലാമിലെ വിവാഹം ശരിയായി സ്വഹീഹാകുമെന്നുള്ളതാണ്. എന്നാൽ മറ്റുള്ളതെല്ലാം നമ്മൾ കൊണ്ടുവന്ന ഭാരങ്ങളാണ്. വിവാഹം എന്ന് കേൾക്കുമ്പോൾ ഒരു പെണ്ണിൻ്റെ വാപ്പാക്ക് അതൊരു ഭാരമായി ഫീൽ ചെയ്യുന്നു. നമ്മൾ കൊണ്ടുവന്ന കല്യാണങ്ങൾ, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കല്യാണങ്ങൾ, പല കളറുകളിലുള്ള കല്യാണങ്ങൾ, പല രൂപത്തിലുള്ള കല്യാണങ്ങൾ, ഇതെല്ലാം നമ്മളുണ്ടാക്കിയ ഭാരങ്ങളാണ്. അതല്ലാതെ വിവാഹം ഒരു ഭാരമായി നമ്മുടെ സമൂഹം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഖൈറുൻ നിക്കാഹി ഐസറുഹു, ഏറ്റവും ലളിതമായ വിവാഹം, അത് ഏറ്റവും ഉത്തമമായ വിവാഹം, ഏറ്റവും ലളിതമായ വിവാഹമാണെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തെ നമ്മൾ മുറുകെ പിടിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, സമാധാനത്തോടെ ഒത്തുചേരുന്നതിന് വേണ്ടിയാണ് വിവാഹം. അഗള്ളുലിൽ ബസർ വഅഹ്സനുലിൽ ഫജ്ർ, അതേപോലെ കണ്ണിനെ താഴ്ത്താൻ, ഗുഹ്യാവയവത്തെ സൂക്ഷിക്കാനാണ് വിവാഹം. അതുകൊണ്ട് നമ്മളെല്ലാം കുടുംബജീവിതം നയിക്കുന്നവരാണ്. അതിലൂടെ സമാധാനവും ശാന്തിയും കൈവരുന്നത് അള്ളാഹുവിലുള്ള ദിക്റിലൂടെയാണ്, ആ ദീനീ ബോധത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. കുടുംബ ബന്ധങ്ങളിൽ ഛിദ്രതകൾ വരുന്നു. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിയുർ റഹീം, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്. കല്യാണം കഴിഞ്ഞവർ പെട്ടെന്ന് ഡൈവേഴ്സ് ആകുന്നത് നമ്മൾ കാണുന്നു. ഇവിടെയെല്ലാം വിട്ടുവീഴ്ച, സഹനം ഒക്കെ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് മാതൃകയാക്കി നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നല്ല കുടുംബജീവിതം നയിക്കുന്നവരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കുടുംബസമേതം നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ട് കുടുംബങ്ങളിൽ രോഗികളായവർ ഉണ്ടാവാം, അള്ളാഹു അവർക്കെല്ലാം ശിഫ നൽകുമാറാകട്ടെ. അതിൽ മരണപ്പെട്ടു പോയവർ അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വിവാഹിതരാകാൻ പോകുന്ന ഫറാസും നഈമയും അവർക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു അവരുടെ ഭാവി ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് സ്വാലിഹീങ്ങളായ സന്താനത്തെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.